ഒക്കെ കഴുകിയിട്ടോ കിഡുവാണ് കേട്ടോ, റിസൾട്ട് കിഡുവാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഇത് സ്കിന്നിന് ഡാമേജ് ആയവർക്കും അതുപോലെ ടാൻ അടിച്ചിട്ടുള്ളവർക്കുള്ള പാക്കാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നൊരു വിശേഷമുണ്ട്. ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കാലത്ത് പള്ളിക്കൊക്കെ പോയി അവനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് വന്നു. പിന്നെ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ വീഡിയോ എടുക്കാനുള്ള പരിപാടിക്ക് അത് കഴിഞ്ഞിട്ട് ഇനി ഡ്രസ് മാറിടാലോ എന്ന് വിചാരിച്ചു. ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ വീഡിയോ ഉണ്ടാവാത്തതിൻ്റെ കാര്യം എൻ്റെ ചേട്ടൻ മരിച്ചതിൻ്റെ കൊല്ലത്തിലായിരുന്നു. ആകെപ്പാടെ ഒരാളുണ്ടായിരുന്നുള്ളൂ, എൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ മൊത്തം മൂഡ് ഓഫായിരുന്നു. എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. 17 കൊല്ലമായി ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ മനസ്സുകൊണ്ട് ഒന്നിനും ഇന്നലെ തീരെ പറ്റാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഒരു സന്തോഷം അങ്ങനെയായിട്ടാണ് ഈ ഒരു 17 വർഷമായിട്ട് ഞങ്ങളുടെ പോക്ക്. ദൈവനിശ്ചയമല്ലേ, ദൈവം വിളിക്കുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് അംഗീകരിക്കാനായിട്ട് ഇതുവരെയ്ക്ക് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതാണ് വിഷമം, വേറെ ഒന്നുമില്ല. അപ്പം ഇന്നും നമ്മൾ വീഡിയോ എടുക്കാതിരുന്നാൽ ശരിയാവില്ല. പറഞ്ഞു വന്നാൽ അത് ഭയങ്കര ഒരു സങ്കടത്തിൻ്റെ വക്കിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഇന്നലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ടെൻഷനോ വിഷമം ഉണ്ടെങ്കിൽ അത് മുഖത്തത് ശരിയായി കിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യണ എൻ്റെ മനസ്സും കൂടി റെഡി ആവണ്ടേ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യായാലും നമ്മുടെ മനസ്സും കൂടി ഓക്കെ ആയാലാണ് നമുക്ക് ആ കാര്യത്തിനൊരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെയൊക്കെ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ നോക്കിയിരുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ടാൻ വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതേപോലെ സ്കിന്ന് ഡാമേജ് ആയി പോകുന്നത്. അതായത് നമ്മൾ പാർലറിലേക്കൊക്കെ പോയിട്ട് ചില ക്രീമുകൾ നമ്മുടെ സ്കിന്നിന് പറ്റാതെ വരും. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് സെറ്റാവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ പോണത്. പൈസ ചിലവാക്കി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് നാശമാവുക, കുരു വരിക. അതേപോലെ നമ്മൾ വെളുക്കാനായിട്ട് പോയിട്ട് അതൊരു വേറെ രീതിക്കായിട്ട് നമ്മുടെ സ്കിൻ നാശമായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യായാലും ഞാൻ പറയണ നാച്ചുറലായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുത്താലും നമ്മുടെ സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്കിന്ന് ഡാമേജ് ആയവർക്കും അതുപോലെ ടാൻ അടിച്ചിട്ട് ആ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ പോവാത്തവർക്കും, അതായത് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഈ വെയിൽ കൊണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ജോലിക്ക് പോയി വന്നിട്ട് ഇനി വീട്ടിൽ പാക്ക് ഇട്ടിരിക്കാനാണോന്ന്. പക്ഷേ അത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിന് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങനെ ടാൻ വന്നിട്ട് പോവാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്, സിമ്പിൾ പാക്കാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബറാണ് കേട്ടോ. ഇത് വലിയ കുക്കുംബറായി, മറ്റേതൊക്കെ എപ്പോഴും ചെറുതാണ് കൊണ്ടുവരാറ്. ഇതാകുമ്പോൾ നമുക്ക് സലാഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ, വെറുതെ തിന്നാനൊക്കെ ഇഷ്ടം. ഇപ്പോഴത്തെ ചൂടിൽ ഈ തണുപ്പുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഞാനത് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം മതി, ഇത്രക്കോളം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നമ്മുടെ ഗ്രേറ്റ് ചെയ്യണം, അതിലിട്ടിട്ട് മിക്സിയുടെ ജാറിലൊന്നുമല്ല ഇട്ട് ഇതിൽ നല്ല പോലെ അറിയാലോ, കുക്കുംബറിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുക്കുംബറിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, ആവശ്യത്തിനേ വേണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ പാക്കൊക്കെ ഡെയിലി ഇടാൻ പറ്റിയ, ടാനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഡെയിലി ഈ പാക്ക് ഇടണം. അപ്പോൾ കുറച്ചധികം ആക്കി വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് വേണ്ടത് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ ഉണ്ട്, ഒഴിക്കുമ്പോൾ അറിയാം, ഇഷ്ടംപോലെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 കൂട്ടം സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. സിമ്പിളാണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ കിഡ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ടാനും സ്കിന്ന് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയാനായിട്ട് നോക്കാം കേട്ടോ.
പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇനി 2-3 ദിവസത്തെ പാക്കുകൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കുകളാണ്. അതായത് ഓരോ സ്കിന്നിന് പറ്റിയിട്ടുള്ളത്. ചിലർ ബ്രൈറ്റ് ആവാനായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവാനുള്ള പാക്കുകൾ, അവർക്ക് സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്നും കൂടിയും ബ്രൈറ്റ് ആവാനും സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടുള്ള പാക്കുകൾ അന്വേഷിക്കുന്നവരുണ്ടാവും. അതേപോലെ ഡ്രൈ സ്കിന്ന്, നമുക്ക് എല്ലാവർക്കും ഒരേ തരം സ്കിന്നല്ല, ഡ്രൈ സ്കിൻ ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഡാമേജ് വന്നിട്ടുള്ളവർക്ക്. പിന്നത്തെ ഈ ആൻറ്റി ഏജ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായക്കുറവ് തോന്നിക്കാനുള്ള പാക്കുകൾ. അങ്ങനെ ഇപ്പോൾ ഒരു 3-5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ 3 ദിവസത്തെ വീഡിയോകൾ അങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നാലെ വീഡിയോസ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ പാക്ക് ടാനുള്ളവർക്കും അതേപോലെ സ്കിൻ ഡാമേജ് ആയിട്ടുള്ളവർക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ പാക്ക് നമ്മൾ ഇന്നലെ ഒരു പാക്ക് ഇട്ടുണ്ടായി, ഇന്നലെ മിനിഞ്ഞാന്നൊരു പാക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, അത് സ്ക്രീൻ ബ്രൈറ്റ് ആവാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അവിടെ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അരിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ വേണ്ട സാധനം അരിപ്പൊടി. ഇച്ചിരി പോകുന്ന ടീസ്പൂണാണ് കേട്ടോ ഇത് കേട്ടോ. ഇതേപോലത്തെ കുഞ്ഞു ടീസ്പൂണാണ് കാരണം ഇത്ര ഇങ്ങനെ ഇടുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ അലോവേരയുടെ ജെല്ല്. ഈ 3 ഐറ്റംസാണ് നമുക്ക് ഈ ടാനും കാര്യങ്ങളും മാറാനായിട്ട് വേണ്ട കാര്യങ്ങൾ. സിമ്പിളല്ലേ, ഇതങ്ങോട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ മുഖത്തിടേണ്ടത് കേട്ടോ. ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ അപ്പനമ്മേനെയൊക്കെ കാണിച്ചു തന്നായിരുന്നല്ലോ ഒരു ഷോർട്ട് വീഡിയോയിൽ. ഇപ്പോൾ വീട്ടിൽ അപ്പച്ചനും അമ്മയും പിന്നെ ഇപ്പോൾ ചേട്ടൻ്റെ ഭാര്യ കുട്ടിയാണുള്ളത് കേട്ടോ. അവർ ചേട്ടൻ മരിച്ചു പോയാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് ഉണ്ട്, ചേച്ചി മോളും അവിടെ തന്നെയുണ്ട്. മോളിപ്പോൾ എന്താ പഠിക്കാൻ പോകണു, ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് ഹോസ്റ്റലിലുണ്ട്, അല്ലെങ്കിൽ അവൾ വീട്ടിലുണ്ടാവാറുണ്ട്. പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. കണ്ട, ഇതിപ്പോൾ നമുക്ക് ഒരു തരി കൂടി അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് ഇത്തിരി കട്ടിയിൽ വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഇത്തിരി ലൂസ് തോന്നുകയാണെങ്കിൽ ഇത്തിരി കട്ടിയിലാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത്തിരി ലൂസിൽ ഇടണമെന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ഇടണം. ഏത് പാക്കായാലും ആദ്യം നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ ഒന്ന് സെറ്റാക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ട് വലിയാനായിട്ട് ആ സമയം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ കണ്ട റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണ് പോയിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി പോക്കറ്റ് കാലിയാക്കിയിട്ട് ഇല്ലാത്ത പ്രശ്നം നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ വലിച്ചു കയറ്റണത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു ചെറിയൊരു കഷ്ണം കുക്കുംബർ ജ്യൂസ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. കുക്കുംബറിൻ്റെ ജ്യൂസ് ഒക്കെ വയറ്റിലേക്ക് കഴിക്കുന്നതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനത് മുഖത്തിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം എൻ്റെ മുഖത്ത് ടാൻ അടിച്ചതിൻ്റെ പാടൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാനത് കാണിക്കുന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഇല്ലല്ലോ എന്നുള്ള ടാനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിവിടെ ഇട്ട് കാണിക്കുന്നതാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കാണിക്കാനാണ് കേട്ടോ. നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക, അതേപോലെ തന്നെ നല്ലപോലെ മസാജ് കൊടുക്കുക. അത് തുടർച്ചയായിട്ട് നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ആദ്യത്തെ ദിവസം ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ടാൻ കുറച്ചൊക്കെ കുറഞ്ഞത്, നമുക്ക് ഒരുപാടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, കുറച്ചൊക്കെ ഉള്ളത് പോയതായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മാറി കിട്ടും കേട്ടോ. അതേപോലെ പ്രായമൊക്കെ കുറവ് തോന്നിക്കാറുള്ള പാക്കൊക്കെ ഇപ്പോൾ ഇതേ നാളെ വരും. അതായത് ചിലവർക്ക് നമ്മുടെ വയസ്സിനേക്കാളും കൂടുതൽ പ്രായം തോന്നിക്കും. അതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ അവരുടെ മൂത്തവരെ കാണുമ്പോഴായിരിക്കും അവർക്ക് വിഷമം. അവർ ചെറുപ്പമായിട്ടിരിക്കുക,
അവരെക്കാളും താഴെയുള്ളവർ ഇതേപോലെ ഇത്തിരി പ്രായത്തിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. നമുക്കതൊക്കെ മാറ്റിയെടുക്കാനേ എല്ലാം മാറ്റിത്തരാം കേട്ടോ. ഈ അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അരിപ്പൊടിയും ഇപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് മാത്രമാണ് നമ്മളൊന്ന് മേടിക്കേണ്ടത്. അത് വീട്ടിലുള്ളവരാണെങ്കിൽ അതിൻ്റെ നല്ല കട്ടിയുള്ള ജെല്ല് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൈഡ് 2 ചെത്തി കളഞ്ഞിട്ട് ആ നടു മുറിച്ചിട്ട് ഒന്ന് ചീർപ്പോണ്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല ഞോള പോലത്തെ സാധനം നമുക്ക് കിട്ടും. അതാണ് ഇതിലേക്ക് നല്ലത്. അപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി കൂടുതൽ നേരം നമ്മളതൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ചില കറ്റാർവാഴയിൽ പച്ചവെള്ളം പോലെ ഉണ്ടാവും, അത് പറ്റില്ല, നല്ല കട്ടിയുള്ള ജെല്ല് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞ് നല്ലപോലെ മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി നമ്മൾ ഈ പാക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും മുഖമൊക്കെ നല്ലപോലെ വലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ടാനില്ലല്ലോ, ഡാമേജ് അല്ലല്ലോ, എന്തെങ്ങനെ ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് അവർക്കാണ് കൂടുതൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്താണ് പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് കാണിക്കുക. സാധാരണ സ്കിന്നുള്ളവർ ഇട്ടുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസ് അത് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തേക്കണത് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങളുടെ സ്കിന്ന് ഏതാണോ, ചിലർക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും, ചിലർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവും, ചിലർ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവരുണ്ടാവും. അപ്പോൾ പല സ്കിന്നുകളുണ്ട് കേട്ടോ. എല്ലാവർക്കും എല്ലാതും വാരി തേച്ച് കഴിഞ്ഞാൽ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്കിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കിന്നിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ തേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് മനസ്സിലാവും അതേതാ നല്ലതെന്നുള്ളത്. പിന്നെ ഈ എൻ്റെ അടുത്ത് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സുള്ള ഒരു ചേച്ചിയാണ്. അവർക്ക് ഈ എന്താ പറയുക, ഈ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഈ നീര് വന്ന പോലെ ഉണ്ടാവില്ലേ ചിലവർക്ക്. ഇപ്പോൾ എനിക്കുണ്ട്. എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി വരുമ്പോൾ, അതേപോലെ തൈറോയിഡ്, അങ്ങനത്തെ പല അസുഖങ്ങളുടെ പേരിൽ വരുന്നവർക്കുണ്ട്. അപ്പോൾ ഈ തുമ്മലുള്ളവർക്ക് ഈ ഭാഗത്തൊരു വീർമത പോലെ തോന്നിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ മുൻപേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരില്ല, പക്ഷേ തുമ്മലിന് കുറവൊന്നുമില്ല. കുറച്ച് നേരമുള്ളൂ. അത് കാലത്ത് ഒരു 5-10 പ്രാവശ്യം തുമ്മി കഴിഞ്ഞാൽ അത് മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. അതിപ്പോൾ കുറേ നാളായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചാൽ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കഫം പോവും, അപ്പോൾ ഒരു സുഖം കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ കണ്ണിന്, അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടേക്ക് അത്രയ്ക്കില്ല. പിന്നെ ഈ കണ്ണിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമുണ്ട്. ഒരിക്കൽ നമുക്ക് ഇവിടെയൊക്കെ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കുത്ത് ഇതൊക്കെ അത് വീണ്ടും അത് വെയിൻ തടിച്ച് വരുന്നതാണേ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടേക്ക് നമുക്കൊരു വീർമത കാണിക്കുന്നുണ്ട്. അതിപ്പോൾ പുറത്തേക്ക് വല്ലാണ്ട് തള്ളി വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മുഖത്ത് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കണത് കൊണ്ടാണ് അത് കൂടുതൽ വരാത്തത്. അതുപോലെ നമ്മുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ നല്ലപോലെ ഒക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കുക. അപ്പോൾ ആ 60 വയസ്സ് കഴിഞ്ഞ് ചേച്ചിയോടത്തേക്ക് പറയുന്നത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ, പിന്നെ കൊളസ്ട്രോളുള്ളവർക്ക് ഉണ്ടാവുമെന്ന് അറിയാം. ഇതേപോലെ ആക്കിയിട്ട് നമ്മുടെ ഈ എൻഡിൽ കൊണ്ടുവന്നിട്ട് ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് തടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വീർമതൊക്കെ കുറയും. അതെന്തെങ്കിലും മോയ്സ്ചറൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ, അത് ക്രീം, അങ്ങനത്തെ എന്തെങ്കിലും തേച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിനെ വലിച്ചിതാക്കരുത്. സ്കിൻ ആദ്യം ഒന്ന് സ്മൂത്തായതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. വൈകിട്ടാണ് നമ്മുടെ വീഡിയോ വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.